യേശു കടലിനെ ശാന്തമാക്കുന്നു. ആർത്തിരമ്പുന്ന കടലിലേക്ക് ഈശോ കൈനീട്ടിയിട്ട് ഒരു വാക്ക്, ശാന്തമാകൂ. തിരമാലകൾ, കൊടുങ്കാറ്റ് ശാന്തമാകുന്നു. പ്രൈസ് ദ ലോർഡ്. ഇതാണ് ദൈവപുത്രനായ യേശു മനുഷ്യപുത്രനായി ഈ ജീവിതത്തിൻ്റെ എല്ലാ ഭയാനകതകളുടെയും തിരമാലകളുടെയും നടുവിൽ അപ്പസ്തോലന്മാരോടൊപ്പം ഒരു വള്ളത്തിൽ കിടന്നുറങ്ങുന്നു. യേശു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉറങ്ങുന്നത്? യേശുവിനെ സംബന്ധിച്ച് ഈ തിരമാലകളോ ഈ കടൽക്ഷോഭമോ ഒരു പ്രശ്നമല്ല. അവിടുന്ന് സൃഷ്ടാവാണ്. സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം ഈ കടലിൻ്റെയും ഈ തിരമാലകളുടെയും സൃഷ്ടാവാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കാണുമ്പോൾ നമുക്ക് ഭയമുണ്ടാകുന്നു. ഇതെങ്ങനെ ശരിയാവും? പക്ഷെ അവിടെ നമ്മൾ ആ തിരമാലകളെ നോക്കാതെ നമ്മുടെ ഹൃദയത്തിൽ ഉറങ്ങുന്ന കർത്താവ്, ആ കർത്താവിനെ ഉണർത്തുക. ഈ തിരമാലകളെ കണ്ട് ഭയന്ന് അപ്പസ്തോലന്മാർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. നീ ഇത് ഗവനിക്കുന്നില്ലേ? ഞങ്ങൾ നശിക്കാൻ പോകുന്നു, വള്ളം മുങ്ങാൻ പോകുന്നു. തിരമാലകൾ ഉയർന്നിട്ട് വള്ളത്തിൽ വെള്ളം കയറിയിരിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ശോഭാവസ്ഥയാണോ? നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയില്ല. വഴിമുട്ടി നിൽക്കുന്നൊരവസ്ഥയാകാം. പക്ഷെ അവിടെ ഓർക്കണം, കർത്താവ് അവിടെ ഉണ്ട്. പക്ഷെ ഉറങ്ങുകയായിരിക്കാം. കർത്താവ് അവിടെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിലെ പിരിമുറുക്കങ്ങളിൽ, കഷ്ടതകളിൽ, ഭയാനകമായ രോഗാവസ്ഥയിലും കർത്താവ് ഉണ്ട് എന്ന് വിശ്വസിക്കുകയും, കർത്താവേ ഉണരണമേ, ഉണരണമേ. കർത്താവ് ഉണർന്നു, കൈനീട്ടി പറഞ്ഞു, ശാന്തമാകും. ഈ ഒറ്റ വാക്ക്, ആ ഒരു വാക്കിൽ ദൈവത്തിൻ്റെ സർവശക്തിയും അടങ്ങിയിരിക്കുന്നു. സൃഷ്ടാവായ ദൈവം തൻ്റെ സൃഷ്ടിയായ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പിരിമുറുക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമുള്ള ഏറ്റവും നല്ല പരിഹാരം കർത്താവിനെ വിളിച്ചുണർത്തുക. കർത്താവ് അങ്ങ് അകലെയല്ല, അങ്ങ് ആകാശത്തിന് മുകളിലല്ല. കർത്താവ് വിശ്വാസിയായ നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളത്തിലുണ്ട്. ആ വള്ളത്തിൽ കിടന്നുറങ്ങുന്ന പോലെ കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ ഉറങ്ങുന്നു. ആ കർത്താവിനെ വിളിച്ചുണർത്തുക എന്നതാണ് പ്രാർത്ഥന, കുമ്പസാരം, കുർബാന. ഇതെല്ലാം കർത്താവുമായിട്ട് ഒരു പ്രണയത്തിലാകുന്ന അവസ്ഥയാണെന്നാണ് പറയുന്നത്. കർത്താവുമായിട്ടുള്ളൊരു പ്രണയം, കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധം. ആ കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധത്തിലാണെങ്കിൽ അവിടെ കോളിളക്കങ്ങളൊന്നും ഉണ്ടാവില്ല. കർത്താവുമായിട്ടുള്ള പ്രണയത്തിലാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് നൗക കർത്താവ് നയിക്കും. കർത്താവ് കടലിനെയും കാറ്റിനെയും ശാന്തമാക്കിയപ്പോൾ അപ്പോസ്തലന്മാർ ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അപ്പൊ നമ്മുടെ വിശ്വാസക്കുറവാണ് പരിഹരിക്കേണ്ടത്. നമ്മൾ വിശ്വസിക്കേണ്ടത് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന കർത്താവ് നമ്മുടെ വള്ളത്തിലുണ്ട്, നമ്മുടെ ഉള്ളത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങൾ, പ്രശ്നങ്ങൾ, വളരെ പ്രയാസപ്പെട്ട അവസ്ഥ, വളരെ ദരിദ്രരായിട്ടുള്ളവരാണ്, വലിയ രോഗങ്ങൾ, ലക്ഷക്കണക്കിന് രൂപ ആശുപത്രിയിൽ വേണമെന്ന് പറയുന്നു. എന്ത് ചെയ്യും? ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. പെട്ടെന്ന് വലിയ രോഗങ്ങൾ ഉണ്ടാകുന്നു.
പക്ഷെ ഈശോ ഈ രോഗികളോടൊന്നും ആശുപത്രിയിൽ പോകാൻ പറഞ്ഞില്ല. ഈശോ ഉടനെ അവരെ സുഖപ്പെടുത്തുന്നതായിട്ടാണ്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനൊരു മാറ്റമുണ്ടാകണം. എന്തെങ്കിലും രോഗം വരുമ്പോൾ ആദ്യം കർത്താവിനെ അന്വേഷിക്കുക, ആദ്യം കർത്താവിനെ വിളിച്ചുണർത്തുക. കർത്താവേ, ഉണരണമേ, ഞാൻ രോഗിയാണ്, എൻ്റെ രോഗം ഇന്നതാണ്, എനിക്ക് ആശുപത്രിയിൽ പോകാനോ ഡോക്ടറെ അടുത്ത് പോകാനോ പൈസ ഇല്ല. ഈ ദിവസങ്ങളിൽ ഒരു സഹോദരി പറയായിരുന്നു, അവളുടെ മകൻ കൈ ഒടിഞ്ഞിട്ട് അത് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യണതിന് 70,000 രൂപ വേണമെന്ന് പറഞ്ഞു. ഇവരൊരു പാവപ്പെട്ട പെണ്ണാണ്. അവൾ പറഞ്ഞു, എൻ്റെ ഈശോയെ, ആ 70,000-ലെ 0 ഒക്കെ ഒന്ന് വെട്ടിക്കളയണേ, എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല ഓപ്പറേഷന്, അതുകൊണ്ട് നീ ഒന്ന് സഹായിക്കണേ. കുറേ ദിവസം കഴിഞ്ഞു, പൈസ ഒന്നും ആയില്ല. വീണ്ടും ഡോക്ടറെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു, ഒരു MRI സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. MRI സ്കാൻ എടുക്കുന്നതിന് എത്ര പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ 7,000 രൂപ. കണ്ടോ, ഒരു ബുദ്ധി വെട്ടി മാറ്റി. അത് കഴിഞ്ഞ് സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യണ്ട, ഒരു പ്ലാസ്റ്റർ ഇട്ടാൽ മതി. അങ്ങനെ പ്ലാസ്റ്റർ ഇടാൻ പോയി. പ്ലാസ്റ്റർ ഇടുന്നതിന് എത്ര കാശ് വേണം? 70 രൂപ. കണ്ടോ, എല്ലാ ഭുജവും വെട്ടി മാറ്റി. കർത്താവ് ആ കൊച്ചിനെ വെറും 70 രൂപയും കൊണ്ട് സൗഖ്യപ്പെടുത്തി. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ജീവിക്കുന്നവനാണ്. അത് വെറും ഒരു തത്വമല്ല. നമ്മളെല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്: ഇതാ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം. നമുക്ക് ഈ വിശുദ്ധ കുർബാന ആരാധനയിൽ പ്രാർത്ഥിക്കാം. ഈ ജീവനുള്ള അപ്പം എന്ന് പറഞ്ഞാൽ, ഈ അപ്പത്തിന് ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ അപ്പം ജീവിക്കുന്ന ഒരു വ്യക്തിയാകുന്നു. ഞാൻ ജീവിക്കുന്ന അപ്പമാകുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ നിത്യജീവനാകുന്ന ഒരു വ്യക്തിയാണ്. ഒന്ന് മനസ്സിലാക്കണം, ഈ അപ്പം ഒരു വ്യക്തിയാണെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ആ ജീവിക്കുന്ന അപ്പം, ആ ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രവർത്തന മേഖല, ആ പ്രവർത്തന മേഖലയുടെ അതിരുകളില്ലാത്ത ഒരു മേഖലയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളിലും പ്രവർത്തിച്ച അതേ യേശു തന്നെയാണ് ഇപ്പോൾ ഇതാ നമ്മളോടൊപ്പം ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ. ആ ഈശോ തന്നെയാണ് കടലിനെ ശാന്തമാക്കിയ ഈശോ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലും ഭവനത്തിലും നമ്മുടെ ജീവിതത്തിലെ ഭയാനകമായ പ്രശ്നങ്ങളെ നമ്മൾ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. ഈശോ പറയും, ശാന്തമാകൂ, വരുവിൻ. നമ്മുടെ ജീവിതത്തിലെല്ലാ പ്രയാസങ്ങളേക്കും ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ എന്തെല്ലാം ഭയാനകമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും, കർത്താവേ ഉണരണമേ, ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങ് ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായ ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഉണരണമേ. ഈശോ ഉണരും. ഈശോ ഇപ്രകാരം പറയും, ശാന്തമാകുക. വരുവിൻ, നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിൽ ഈശോ ആരാധിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഈ സൗഖ്യദായക ശുശ്രൂഷയിൽ പങ്കുചേരാം. പനിനീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ നന്മയിലേക്കു കുതിക്കും നമ്മൾ തിന്മ മരിക്കും കൺമുൻപിൽ ദൈവം നമ്മോട് കൂടെ.
കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ, പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾക്കുയിർപ്പേകുന്നു, നീ തന്നെ ആത്മാവിനു രക്ഷയേകുന്നു. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ, പുകഴ്ത്തിടുന്നു ഞങ്ങൾ. ഈശോ ഇതാ തിരമാലകളെയും ആർത്തിരമ്പുന്ന കടലിലെയും നോക്കിയിട്ട് ഒരു വാക്ക് പറയുന്നു, ശാന്തമാകും. ഉടനെ എല്ലാം ശാന്തമായി. നമ്മുടെ ജീവിതത്തിലെ ഭയാനകമായ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം ഈ കടൽ പോലെയാണ്. സുവിശേഷത്തിൽ പല സ്ഥലത്തും ഈശോ കടലിൽ മീതെ നടക്കുന്നതും കടലിൽ പ്രക്ഷുബ്ധമായ കടലിനെ ലോകത്തിൻ്റെ ഒരടയാളമായിട്ടാണ്. ലോകം, ഇനിയും ശുദ്ധീകരിക്കപ്പെടാത്ത ലോകം, ഇനിയും ഈശോയെ അറിയാത്ത ലോകം, ഇനിയും ഭയാനകമായ പ്രവൃത്തികൾക്ക് കാരണമാകുന്ന ലോകം. എന്നാൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഉടയവനാണ് ഈശോ. ആ ഈശോ സർവാധിപനാണ്. ആ ലോകത്തിൻ്റെ മധ്യത്തിലാണ് നമ്മളെങ്കിലും നമ്മളുടെ ആ വള്ളത്തിൽ ഈശോ ഉണ്ട്. നമ്മൾ തന്നെയാണ് ആ വള്ളം, നമ്മുടെ ഹൃദയമാണ് ആ വള്ളം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളത്തിൽ കിടന്നുറങ്ങുന്ന ഈശോ ആണ് ആ വള്ളത്തിൽ കിടന്നുറങ്ങുന്നത്. എന്നാൽ ഈശോ ഉറങ്ങുന്നു. ഈശോ ഉറങ്ങുന്നതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മൾ ഈശോയെ ഉണർത്തണം. നമ്മൾ എപ്പോഴും കൂടെ കൂടെ ഈശോയെ ഉണർത്തണം. നമുക്ക് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളുമാകുന്ന ഈ തിരമാലകളെ എന്തെല്ലാമാണോ അതിൻ്റെ മധ്യത്തിൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, ഇന്ന് ഈ ആരാധനയിൽ പങ്കുകൊണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാവരും അവരുടെ ഹൃദയത്തിൽ വസിക്കുന്ന, അവരുടെ ഉള്ളത്തിൽ വസിക്കുന്ന
അവരുടെ ഉള്ളത്തിൽ കിടന്നുറങ്ങുന്ന കർത്താവിനെ ഉണർത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഉണരണമേ, ഇപ്പോൾ ഉണരണമേ. ഇതാ ഞങ്ങൾ നശിക്കാൻ പോകുന്നു. ഭയാനകമായ അവസ്ഥ, കടബാധ്യതകൾ, കുടുംബ കലഹങ്ങൾ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, വലിയ പ്രശ്നങ്ങളെല്ലാം ആകുന്ന ഈ ഭയാനകമായ അവസ്ഥയിലേക്ക് അങ്ങ് ഉണരണമേ, അങ്ങ് ഉണരണമേ, അങ്ങ് ഉണരണമേ. ശലബല ഹലബല. അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഈശോ ഇതാ നമ്മുടെ ആ പ്രയാസങ്ങളിലേക്ക് ഉണർന്നുകൊണ്ട് പറയുന്നു, ശാന്തമാകൂ, ശാന്തമാകൂ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ശാന്തമാകും. എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചോദിക്കേണ്ട. കർത്താവ് ഉണർന്നിരിക്കുന്നു. കർത്താവിനെ ഉണർത്തുമ്പോൾ ശാന്തമാകും. നമുക്ക് ആ കർത്താവിനെ വിളിച്ച് സങ്കീർത്തനം 57 പാടുന്ന പോലെ ഈശോ തന്നെ പാടാറുള്ള ഈ സങ്കീർത്തനം പാടിക്കൊണ്ട്, ഇസ്രായേൽ ജനം മുഴുവനും പാടാറുള്ള ഈ സങ്കീർത്തനം പാടിക്കൊണ്ട്, മാതാവും ഔസേപിതാവും പാടാറുള്ള ഈ സങ്കീർത്തനം പാടിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിലേക്കും കർത്താവിൻ്റെ ശക്തി ഒഴുകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങ് അത്യുന്നതനാണ്, അത്യുന്നതനായ ദൈവം. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. വീണ്ടും ചേർന്ന് പാടാം എല്ലാവരും. ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയെ, സ്വർഗത്തിൽ നിന്ന് അപ്പത്തിൽ വസിക്കുന്ന ഈശോയെ, സഹായമയച്ചെന്നെ രക്ഷിക്കും. അങ്ങാണ് സ്വർഗത്തിൽ നിറങ്ങി വന്ന സഹായം. മേധിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം മേധിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. അത്യുന്നതനായ ദൈവം ഇതാ വള്ളത്തിൽ കിടന്നുറങ്ങുന്നു. ഇതാ നമ്മുടെ ഉള്ളത്തിൽ കിടന്നുറങ്ങുന്നു. ഇതാ ഈ ആരാധനയിൽ അപ്പത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. അത്യുന്നതനായ ദൈവം സകലവും സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം, സകലത്തിന്റെയും കാരണമായ ദൈവം, സകലവും അനുഗ്രഹിക്കുന്ന ദൈവം. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ത്രിത്വൈക ദൈവത്തിന്റെ സഹവാസമാണ് സ്വർഗം. ത്രിത്വൈക ദൈവത്തിന്റെ സഹവാസമാണ് സ്വർഗം. അവിടുന്ന് ലജ്ജിപ്പിക്കും. നമ്മുടെ ഹൃദയത്തിൽ ഇതാ സ്വർഗം, നമ്മുടെ ഹൃദയത്തിൽ ഇതാ ഈശോ, ഈ അരളിക്കയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. ഈശോയെ, ഈശോയെ, സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ എല്ലാ പിരിമുറുക്കങ്ങളിലും എല്ലാ പ്രയാസങ്ങളിലും അങ്ങ് സഹായിക്കണമേ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് രക്ഷിക്കും. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളിൽ ഓരോരുത്തരിലുമുണ്ട്, അങ്ങ് എല്ലാ മനുഷ്യരിലുമുണ്ട്, അങ്ങ് ഞങ്ങളുടെ ഭവനത്തിലുള്ള ഓരോരുത്തരിലുമുണ്ട്. യേശുവേ, ഇപ്പോൾ 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 ഞങ്ങൾ ഓരോരുത്തരിലും ഉണരണമേ, ഞങ്ങൾ ഓരോരുത്തരിലും ഉണരണമേ, ഞങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ ഉണരണമേ.
ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഇടണമേ. ഇതാ രോഗങ്ങൾ മാറുന്നു. ശക്തമായ തലവേദന കർത്താവ് എടുത്ത് മാറ്റുന്നു. ശക്തമായ പെടലി വേദന കർത്താവ് എടുത്ത് മാറ്റുന്നു. ഹൃദയവേദന എടുത്ത് മാറ്റുന്നു. കിഡ്നി രോഗികളെ സൗഖ്യപ്പെടുത്തുന്നു. തളർന്ന കരങ്ങൾ ശക്തിപ്പെടുന്നു. തളർന്ന കരങ്ങൾ ശക്തിപ്പെടുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. കടബാധ്യതകൾ അകലട്ടെ. വിവാഹം നടക്കാതിരിക്കുന്നവരുടെ വിവാഹം നടക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാ ഹൃദയം വേദനകളും കർത്താവ് എടുത്ത് മാറ്റുന്നു. തഴക്കദോഷങ്ങൾ എടുത്ത് മാറ്റുന്നു. കുടുംബ കലഹങ്ങൾ എടുത്ത് മാറ്റുന്നു. കുടുംബ ബന്ധങ്ങളെ സൗഖ്യപ്പെടുത്തുന്നു. ഭാര്യാഭർത്തൃ ബന്ധങ്ങളെ സൗഖ്യപ്പെടുത്തുന്നു. അമ്മായി അമ്മ മരുമോൾ ബന്ധങ്ങളെ സൗഖ്യപ്പെടുത്തുന്നു. ദൈവമേ, കൊടുങ്കാറ്റ് ശാന്തമാക്കണമേ. കൊടുങ്കാറ്റ് ശാന്തമാക്കണമേ. ആരാധിച്ചുകൊണ്ട് ഈശോയെ ഉണർത്തിയാൽ മാത്രം പോരാ. ഈശോയെ ഒരിക്കൽ കൂടി നമുക്ക് സ്നേഹിക്കാം. ഈശോയുമായിട്ടൊരു പ്രണയത്തിലേക്ക് നമുക്ക് വരാം. ഈശോയെ നമ്മൾ ആരാധിക്കുമ്പോൾ ഈശോയുമായിട്ടുള്ള ഒരു പ്രണയബന്ധത്തിലാണ് നമ്മൾ. സ്നേഹമാണ് അവിടെ. ആരാധന പാടമാരാധന, കാരുണ്യത്തിൻ കർത്താവേ ആരാധന. ആരാധന പാടമാരാധന, കാരുണ്യത്തിൻ കർത്താവേ ആരാധന. ദിവ്യകാരുണ്യം ചൊരിയും ദിവ്യരക്ഷകനേ, ഓസ്തിരൂപനേശുവേ ആരാധന. ദിവ്യകാരുണ്യം ചൊരിയും ദിവ്യരക്ഷകനേ, ഓസ്തിരൂപനേശുവേ ആരാധന. ആരാധന അത്ഭുതം നടത്തിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തിയിരിക്കുന്ന ഈശോയെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ കുടുംബത്തിൽ ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലൂടെ ഈ അൾത്താരയിൽ നിന്നൊഴുകുന്ന പ്രകാശം ലോകം മുഴുവനും പ്രസരിപ്പിച്ചുകൊണ്ട് ജനകോടികളിലേക്ക് അങ്ങയുടെ പ്രകാശം പരത്തിക്കൊണ്ട് ഈശോ നമ്മളെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. നന്ദി ഈശോയേ, നന്ദി ഈശോയേ, നന്ദി. കർത്താവിന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ദാഹിക്കാം. നമുക്ക് മുട്ടുകുത്താം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. നിത്യമഹോന്നതമപ്പം നീ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപ
പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി